കണ്ണൂരിൽ വെച്ച് നടന്ന വേടൻ്റെ പ്രോഗ്രാമിനിടയിൽ MC കൂപ്പറും നാട്ടുകാരും തമ്മിലുള്ള കുറച്ച് ഇഷ്യൂസ് കുറേ പേര് എനിക്കിതൊന്ന് രാവിലെ തന്നെ ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ആർട്ടിസ്റ്റ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് പുറത്ത് ക്രൗഡിലുള്ളവർ ആ ആർട്ടിസ്റ്റിനെ തെറി വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഓക്കെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആൾ മോശമായിട്ട് പെർഫോം ചെയ്തു, അല്ലെങ്കിൽ അയാൾ ഒരു ലേസി ആയിട്ട് പെർഫോം ചെയ്തു, അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഇറ്റ്സ് ഫൈൻ എന്ന് പറയാം. അല്ലാതെ നിങ്ങൾ ഒരു ആർട്ടിസ്റ്റിനെ വേടനെ കാണാൻ വന്നു, ഇപ്പോൾ MC കൂപ്പറിൻ്റെ പെർഫോമൻസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു, നിങ്ങൾ അറിയാം, മനസ്സിലായി, സംഗതി പിടുത്തം കിട്ടി. അതായത് പൈസ കൊടുത്ത് കുറേ സമയം കാത്തു നിന്ന് വേടന് വേണ്ടി നിൽക്കുമ്പോൾ വേടൻ വന്നില്ല എന്നുള്ള ദേഷ്യം കൂപ്പറിനെ മേത്ത് തീർത്തു. ഇതാണ് സത്യത്തിൽ കണ്ണൂരിലുണ്ടായത്. ഈ വിഷയം അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, ചിലർക്കൊക്കെ എന്താണ് വിഷയം അറിയാനുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കാണാം. MC കൂപ്പർ വേടനെ പോലെ, ഫെജോനെ പോലെ, ബേബി ജീനെ പോലെ ദിസ് മാൻ ഈസ് എ റിയൽ OG എന്ന് ഞാൻ പറയും. ബിക്കോസ് ഇയാളുടെ വാക്കുകളിലുണ്ട്, ഈ ചെങ്ങായിൻ്റെ ചില സാധനങ്ങളുണ്ട്. ഇയാളുടെ ഒരു അൾട്ടിമേറ്റ് സാധനമുണ്ട്. ഐ ഗോട്ട് ദ ത്രോൺ, ഐ എം ടു ലേസി ടു റൂൾ ഇറ്റ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ഇവനത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ തന്നെ ഞാനിത് എൻ്റെ മോനെ എജാതി ഐറ്റം. ഇവൻ്റെ വരികളും എങ്ങനെയാണ് ഭയങ്കര പവർഫുൾ സാധനം. ഇപ്പോൾ വേടൻ്റെ വരികൾ അതിനകത്തുള്ളൊരു രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ ഇവൻ്റെ വരികളുടെ അകത്തും അതിഭീകരമായ സംഗതികളുണ്ട്. റോഡിൻ്റെ കോണിൽ പാവത്തിങ്കൾ പ്രേമം വിൽക്കാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, വിൽപ്പനയ്ക്ക് വെക്കുന്നു പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വരികളൊക്കെ ഉണ്ട് പാട്ടിനിടയിൽ. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കൂപ്പറിൻ്റെ വരികൾക്കിടയിൽ നിങ്ങൾക്ക് കുറേ ഐറ്റങ്ങൾ കിട്ടും. അപ്പോൾ ദാറ്റ്സ് എന്താ പറയുക, അയാളുടെ ഒരു എസെൻസ് അതാണ് കൂപ്പറിൻ്റെ. റിയൽ OG എന്നൊക്കെ പറയുന്ന നമ്മളുടെ എണ്ണം പറഞ്ഞ റാപ്പ് കലാകാരന്മാരുടെ കൂട്ടത്തിൽ ഹീസ് എ ജെം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ആ വിഷ്വൽ ഇവിടെ പ്ലേ ചെയ്യാം. അതൊരു എന്താ പറയുക, നമ്മൾക്ക് റാപ്പ് മ്യൂസിക് ഇഷ്ടം അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണുമ്പോൾ എന്തെന്നാണ് നാട്ടുകാർ ഇങ്ങനെ തോന്നുന്ന രീതിയിലുള്ളൊരു വിഷ്വലാണ്. അപ്പോൾ ഇതാണ് സീന്. ഒരു ആർട്ടിസ്റ്റ് അവിടെ പെർഫോം ചെയ്യുമ്പോൾ കയറിപ്പൊടാ എന്നൊക്കെ പറയുന്നത് വലിയ മാസ് ഐറ്റൊന്നുമല്ല. പറഞ്ഞവൻ ഏത് ഡാഷ് പോകാനാണെങ്കിൽ ഓനാണ് പറയാനുള്ളത്. ഇതെന്താ പറയുക, സംഗതി കണ്ണൂരിലുള്ള ഒരു വേടന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വേടന് വേണ്ടി വെയിറ്റ് ചെയ്ത് വേടൻ വരാത്തൊരു സിറ്റുവേഷനായി. വേടനാകെ പെർഫോം ചെയ്ത ഒരു അരമണിക്കൂറാണെന്നാണ് എന്നോട് പേഴ്സണലി ഈ ഷോയ്ക്ക് പോയ ആൾക്കാർ എനിക്ക് ഇൻബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 മണിക്കൂറോളമുള്ള പരിപാടിയാണ്. ഈ 3 മണിക്കൂറോളമുള്ള ഒരു പരിപാടിക്ക് വേടൻ്റെ പ്രോഗ്രാം പറയാമല്ലോ, ആളുകൾ എപ്പോൾ വന്ന് നിൽക്കുന്നുണ്ടാവും എന്നുള്ളത്. അതായത് 6:30 തുടങ്ങുന്ന ഷോയ്ക്ക് ഒരു 3 മണി 4 മണി മുതൽ തന്നെ ഏകദേശം വേടം വരുന്നു എന്ന് കേൾക്കുമ്പോൾ ആളുകൾ തള്ളിക്കയറും. പിന്നെ ഈ ഷോയിൽ 10-700 രൂപയ്ക്കാണ് ഇവർ ബുക്ക് മൈ ഷോ ഒക്കെ വെച്ച് ടിക്കറ്റ് വിറ്റിട്ടുള്ളത്. പിന്നെ വേടം വരാതെ ആയപ്പോൾ ക്രൗഡ് ഭയങ്കരമായിട്ട് എന്തായി, ദേഷ്യത്തിൽ വന്നു. ക്രൗഡ് ദേഷ്യത്തിൽ വരുമ്പോൾ അറിയാമല്ലോ, സ്റ്റേജിൽ നിൽക്കുന്നത് ആരാന്നൊന്നും അവർ നോക്കില്ല. പിന്നെ അത്യാവശ്യം റാപ്പ് മ്യൂസിക് അറിയാത്ത കുറേ ആൾക്കാരായിരിക്കും ഇതിനകത്ത് കയറുന്നത്. അവർക്ക് റാപ്പ് മ്യൂസിക് എന്താ, റാപ്പ് കോൺസേർട്ട് എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയയും കാണില്ല. മൈനസ് ഇട്ട് പാടുന്ന ട്രാക്കൊക്കെ ചിലപ്പോൾ ബാക്കിൽ ട്രാക്ക് വെച്ച് പാടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കമൻറ്റുകളും അതിനെ തുടർന്നിട്ടുള്ള ആളെ പറ്റിച്ച് എന്നുള്ള സംഗതികളൊക്കെ കണ്ണൂരിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ഇപ്പോഴും എന്താ പറയുക, ഞാൻ പലപ്പോഴായിട്ട് ഈ റാപ്പ് റിലേറ്റഡ് ആയിട്ട് ഇതേപോലെ കൺസേർട്ടുകൾ നടക്കുമ്പോൾ അവിടെ നടക്കുന്ന ഇഷ്യൂസൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ചില കാക്കാമാർക്ക് ഇപ്പോഴും എന്താ വിഷയം എന്നറിയോ, അവർക്ക് ഹരിമുരളീരവൻ കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ശുദ്ധ സംഗീതത്തിന് വേണ്ടി വന്നിരുന്ന് മറ്റേ താളം പിടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് വന്ന് 2 സിനിമ പാട്ട് പാടുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പരിപാടിയാണ് റാപ്പ് കോൺസേർട്ട് എന്നാണ് പലരുടെയും വിചാരം. ജെൻസി ക്രൗഡിനൊക്കെ സംഗതി മനസ്സിലാവും.
ചിലർക്കൊന്നും ഇപ്പോഴും ഒരു അന്തവും വെച്ചിട്ടില്ല. അവരിങ്ങനെ ആകെപ്പാത്ത എന്താ പറയുക, അവർക്ക് കേൾക്കേണ്ടത് ഇതല്ല. അവർക്ക് മറ്റേ ഇപ്പോൾ എങ്ങനെയാണോ ഒരു സിംഗർ വന്നിരുന്നിട്ട് പാടുന്നത് അതുപോലെ. ഇതും അതുപോലെ തന്നെയാണ്. റാപ്പ് മ്യൂസിക്കും അതുപോലെ തന്നെയാണ്. പക്ഷേ അവർക്ക് മൈനസ് ഉണ്ടാവും ഒപ്പം ട്രാക്ക്. ആ ട്രാക്ക് ഇട്ടിട്ട് അതിനൊപ്പം എന്നാലേ ഇതിന് ഫണ്ട് ഉണ്ടാവുള്ളൂ, എന്നാലേ രസം ഉണ്ടാവുള്ളൂ, എന്നാലേ വൈബാക്കാൻ പറ്റുള്ളൂ ആ സാധനം. മനസ്സിലായോ? ആൻഡ് ഈ ഒക്കെ ആർട്ടിസ്റ്റുകൾ വരുന്ന ഓരോ ആർട്ടിസ്റ്റിൻ്റെ OG ട്രാക്കായിരിക്കും അവർ പാടുന്നത്. അപ്പോൾ അത് പാടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് ഇടുന്നത് കൊണ്ടോ ഒരു വിഷയം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ബിക്കോസ് ലോകം മൊത്തം അങ്ങനെയാണ്. ഇവിടെ മാത്രം ഒരു മാറ്റം വരുത്തിയിട്ട് ഇവർ ട്രാക്ക് ഇടാതെ പാടണം എന്നുള്ളത് പറയാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് സീന്. ഇനി കൂപ്പറിൻ്റെ 1-2 വിഷയവും കൂടി ഞാൻ വെക്കാം, എന്നിട്ട് നമുക്ക് കുറച്ചധികം കാര്യം ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ഈ ഷോയ്ക്ക് പോയൊരു ലേഡി എനിക്ക് മെസ്സേജ് കാര്യങ്ങൾ പറഞ്ഞു, അതുകൂടി ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. സയ്യിദ്, ഞാൻ ഇവിടെ കണ്ണൂരിൽ തന്നെയാണ്, ഇവിടെ തളിപ്പറമ്പ. അപ്പോൾ ഞങ്ങൾ വേടൻ്റെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് 4 മണിക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു, ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇതായിട്ടും. അപ്പോൾ ഞങ്ങളൊരു 4:30 തൊട്ട് വെയിറ്റിങ്ങിലാണ് അവിടെ. കാരണം എന്ന് വെച്ചാൽ 6 മണിക്ക് വേടൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് കുറേ ടൈം അങ്ങനെ പോസ്റ്റാക്കി വേടനെ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ സീനാക്കാൻ തുടങ്ങി. കാരണം 6 മണിക്ക് വേടം വന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതാണ്. അത്രയും ഞങ്ങൾ ആ പോസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കി 9:30ക്കാണ്, കറക്റ്റ് ഒരു 9:15-9:30ക്കാണ് വേടൻ സ്റ്റേജിലേക്ക് വന്നത്. അത്രയും ടൈം അവിടെ ഇത്രയും ഇതായിട്ട് നിൽക്കുന്ന ജനങ്ങളെ പോസ്റ്റാക്കി നിർത്തി വേറെ സിംഗേഴ്സിനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടിപ്പിച്ച് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് വേടൻ എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത്? 6 മണിക്ക് പ്രോഗ്രാം പറഞ്ഞിട്ട് 4 മണി 3 മണിക്ക് തൊട്ടേ ഈവനിങ് വന്നിട്ട് വെയിറ്റ് ആക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെയിറ്റ് ആക്കി നിൽക്കുന്നവരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അത്രയും ടൈം അതും നമുക്കിങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഓൾറെഡി അറിയാലോ, റാപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് നിന്നിട്ട് ആസ്വദിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നത്, ഇരിക്കലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 4 മണി തൊട്ടേ വേടനെ കാത്തു നിൽക്കുന്നവർ 6 മണിയായിട്ടും വേടൻ വന്നില്ല, 7 മണിയായിട്ടും വന്നില്ല, 8 മണിയായിട്ടും വന്നില്ല. വേടൻ എത്തിയത് 9:15 9:30 ആ ഒരു ടൈമിലാണ് വന്നിട്ട് വേടൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ടാക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സംഘാടകർ പോലും എന്തുകൊണ്ടാണ് വേടൻ ഇത്ര ലേറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഒന്നും ആൾക്കാരോടൊന്നും പറഞ്ഞതുമില്ല. നമ്മളിപ്പോൾ അങ്ങോട്ട് ഇതാക്കുന്ന സമയത്ത് ഓരോരോ സിംഗേഴ്സ് വന്നിട്ട് ഇതുപോലെ ഒഴിവുകേടുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുകയുണ്ടായിരുന്നത്. പിന്നെ ഇതിനെക്കാട്ടി വലിയ സ്റ്റേജിൽ വന്നിട്ട് അവതരിപ്പിച്ച ടീമാണ് ഞങ്ങളെല്ലാം. അപ്പോൾ കുറച്ചൊക്കെ വെയിറ്റ് ആക്കി നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ആക്കി നിന്നതിന് ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലായിരുന്നു അവരെ സംസാരം വരുന്ന ആസിക്കുപ്പൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായി. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ പോയി ഇത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ പറയുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് ഓർഗനൈസ് ചെയ്ത ടീം ഏതോ അന്തംപെട്ട ടീം, ഇവരെന്തോ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഓർഗനൈസ് ചെയ്തതെന്നാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയട്ടെ, ഓർഗനൈസ് ചെയ്യുന്ന ടീം ഇത് കൃത്യമായി ഓർഗനൈസ് ചെയ്യണം. വേടനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് പല സ്റ്റേജുകളിലും ഒരാളെ ഫേസ് ആയിട്ട് കാണിക്കും, എന്നിട്ട് അയാളെ ലാസ്റ്റ് ഒരു അരമണിക്കൂർ 20 മിനിറ്റ് അങ്ങനെ കൊടുന്നിട്ട്. ഞാനും വേടൻ്റെ ഒരു പ്രോഗ്രാം ആയപ്പോൾ സെയിം അവസ്ഥയൊന്നും ഉണ്ടായിരുന്നു. വേടനെ കാത്തുനിന്ന് ബാക്കിയുള്ളവർ പെർഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ വേടനെ കാത്തു നിൽക്കുമ്പോൾ നമുക്ക് എന്താ വരാത്തെന്നുള്ള സാധനം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് ഒരു ഹാർഡ് കോർ ഓഡിയൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല, എന്നാൽ വേടൻ്റെ പാട്ട് കേൾക്കണം, വേടനെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് വരുന്നവരൊക്കെ കാണാം. ഓക്കെ, അങ്ങനെ വരുന്നവർക്ക് ഇത് എത്ര നേരിച്ചിട്ട് അവർ കാത്തു നിൽക്കും, അതിന് സീനുണ്ട്. പിന്നെ കാണാൻ പോകുന്ന ഓഡിയൻസ് ഇനിയിപ്പോൾ വേടൻ വന്നില്ല, ബാക്കി ഒരാൾ പെർഫോം ചെയ്യുന്നവൻ്റെ നെഞ്ചത്ത് കയറുന്നുണ്ടോ? ഇല്ല. അറഗൻസ് എന്ന് പറഞ്ഞ സാധനം ആർക്കും അത്ര നല്ലതല്ല. അത് ഓഡിയൻസിനാണെന്നുണ്ടെങ്കിലും പാട്ട് പാടുന്നവർക്കാണെന്നുണ്ടെങ്കിലും. ഓക്കെ, ഇപ്പോൾ പാലക്കാട് ഒരു സ്റ്റേജിൽ വന്നു കൂപ്പർ. ഇതിന് മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. കുറച്ച് ഈ പറഞ്ഞ പോലെ ക്രൗഡിനകത്തുനിന്ന് ഇതേപോലെ എന്തെങ്കിലും കമൻറ്റ് വന്നു കഴിഞ്ഞാൽ കൂപ്പർ ശരിക്കും റിയാക്ട് ചെയ്യുന്നത് ആ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഇവിടെ കുറച്ചും കൂടി എസ്കലേറ്റ് ചെയ്ത് പോയി കാര്യങ്ങൾ. കാരണം കണ്ടിന്യൂസ്ലി വേടന് വേണ്ടി കാത്തുക, അല്ലെങ്കിൽ വേടൻ വരുന്നവരെ സ്റ്റേജ് ഫില്ല് ചെയ്യാതിരിക്കാൻ ചിലപ്പോൾ കൂപ്പർ ചെയ്തിട്ടുണ്ടാകും. ആ ഒരു സിറ്റുവേഷനിൽ ആളുകൾ ഇങ്ങനെ തിരിച്ചിങ്ങനെ കമൻറ്റ് ചെയ്യുക, പാട്ടുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന, അവർ പെർഫോം ചെയ്യുമ്പോൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരുടെ ആണെങ്കിലും കൺട്രോൾ പോകും. മനസ്സിലായോ? ആരുടെ ആണെങ്കിലും കൺട്രോൾ പോകും. പിന്നെ ഇതിൽ സത്യത്തിൽ കൂപ്പറിനെയും കുറ്റം പറയാൻ പറ്റില്ല, വന്ന ജനങ്ങളെയും കുറ്റം പറയാൻ പറ്റില്ല. ഇത് ഓർഗനൈസ് ചെയ്ത ടീമിനാണ് ആദ്യം പിടിച്ച് കെട്ടിട്ടുള്ളത്. അവന്മാരാണ് ഈ പണിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുള്ളത്.
കൂപ്പർ വേടൻ ഉൾപ്പെടെ എല്ലാവരും ആദ്യമായിട്ട് കയറിയ സ്റ്റേജ് ഒക്കെ ഉണ്ട്. ഇന്ന് ഇവിടെ ആദ്യമായിട്ട് സ്റ്റേജിൽ വന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോ ഇത് ഭയങ്കര മോശമാണ്. പോരാ, ഞാൻ 2-3 പാട്ടിവിടെ പാടിയിട്ടേ പോവും. നീ വേണമെങ്കിൽ പോ. കലിപ്പ് നാട്ടുകാരുടെ കലിപ്പ് വേണം വരാതെ വന്നിട്ട് 6:30 മണിക്ക് വരാന്ന് പറഞ്ഞാൽ 6 മണിക്ക് പരിപാടി തുടങ്ങാൻ. ഇപ്പൊ സമയം 9 മണിയായി. ഇതുവരെ വേറെ അഡ്രസ് ഇല്ല. നാട്ടുകാർ പോയി കലിപ്പില് എല്ലാവരും പൈസ കൊടുത്തിട്ട് കാണുന്ന ആൾക്കാരാണ്. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ആളെ തേക്കുന്ന പരിപാടിയാണിത്. ആൾക്കാരെ ഷമേന്റെ നെല്ലിപ്പലക കാണിക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. 9 മണിയായി. പല ആൾക്കാരും 4 മണിക്കെല്ലാം വന്ന ടീമുണ്ട്. പറയണേ വേണം. നിങ്ങൾ പറയുമ്പോ വരാൻ വേണ്ടി അവിടെ മുട്ടി നിൽക്കണയാണെന്ന് വിചാരിക്കും. അവന് വരണം പാടാന്നുണ്ട്. അവൻ അവന്റെ സമയമാകുമ്പോ വരും. അതിനു മുമ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. കേട്ടല്ലോ, ഇതിനകത്ത് ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാരുടെ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവർ വേടനെ കാണാൻ വേണ്ടി ഈ ലൈക്ക് ഞാൻ വീണ്ടും പറയുന്നു, ആർട്ടിസ്റ്റുകളും ഇത് മനസ്സിലാക്കണം, വേടനെപ്പോലുള്ളവരും മനസ്സിലാക്കണം, അതുപോലെ ഇത് ഓർഗനൈസ് ചെയ്യുന്നവരും മനസ്സിലാക്കണം. ഇതിനകത്ത് വിഷയം എന്താണെന്നറിയോ, നിങ്ങളെ കാണാനും നിങ്ങൾക്ക് വേണ്ടിയിട്ടാവും ഒരു മോസ്റ്റ് മെജോറിറ്റിയും വരുന്നത്. ഓക്കെ, നിങ്ങളവിടെ വന്നിട്ട് 3 മണിക്കൂർ 4 മണിക്കൂർ പറഞ്ഞ പ്രോഗ്രാമിലൊരു അരമണിക്കൂറോ 40 മിനിറ്റോ പെർഫോം ചെയ്ത് പോയാൽ നാട്ടുകാർ വെറുതെ ഇരിക്കില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഓർഗനൈസ് ചെയ്യുന്നവർ നിങ്ങളൊരുമാതിരി മറ്റേ ഊഞ്ഞാലിട്ട പരിപാടി നാട്ടുകാരോട് കാണിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് വേറെ ആർട്ടിസ്റ്റുകളാണ്. ഇപ്പോൾ വേടൻ വന്ന് ഇവിടെ 30 മിനിറ്റ് പാടിപ്പോയിട്ട് ആർക്കും വേടനോട് ചൊറിച്ചിട്ട് തോന്നിയില്ല. പക്ഷെ അതിന് മുമ്പ് പെർഫോം ചെയ്ത ഒരുത്തനെ പിടിച്ച് പഞ്ഞിക്കിട്ട് നാട്ടുകാർ. ഞാനിതിൽ കൂപ്പറിന് ഒരു തെറ്റും ഞാൻ പറയില്ല. കാരണം ഒരുത്തൻ പെർഫോം ചെയ്യുമ്പോൾ മറ്റേ അടുത്തൊരു ആർട്ടിസ്റ്റ് വരാത്തതിൻ്റെ ദേഷ്യം തീർക്കേണ്ടത് അവിടുത്തെ കമ്മിറ്റീനോടാണ്, അല്ലാതെ ആ പെർഫോം ചെയ്യുന്ന ഭാവത്തിനോടല്ലല്ലോ. അയാളെ പോയിട്ട് എമ്മും ബിയും വിളിച്ച് കഴിഞ്ഞാൽ ഓൻ്റെ തിരിച്ചു കേൾക്കും. മനസ്സിലായ? അത് കിട്ടി. പിന്നെ കൂപ്പറാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നാട്ടിലെ നാട്ടുകാർ, ചില ആളുകൾ ഒന്നും അത്ര റെഡി ആവില്ല. ചിലപ്പോൾ സീനായി മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ചില സമയങ്ങളിൽ തിരിച്ച് പറയുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ അത് തിരിച്ചടിക്കുന്നുള്ളതൊന്നും ആലോചിക്കുന്നത് ബെറ്ററായിരിക്കും. അത് സ്റ്റിൽ വരും ഇവിടെ അത്. കാരണം നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഗിറിപ്പൊടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിരിക്കും. രണ്ടിത്തരാണ് നാട്ടുകാർ ഇരിക്കുന്നത്, കാണിക്കാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ സാധനമൊന്നും ഇപ്പോഴും നമ്മളെ നാട്ടുകാർക്ക് റാപ്പ് എന്താ, റാപ്പ് കൾച്ചർ എന്താ, അല്ലെങ്കിൽ കൺസേർട്ട് എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. മനസ്സിലായോ? അവർ മറ്റേ കച്ചേരിക്ക് വരുന്ന പോലെ, സിനിമ പാട്ട് കേൾക്കാൻ വന്ന പോലെ ഇങ്ങനെ വരുന്ന ടീമിനെ അവർക്കിതൊക്കെ തോന്നും. ബാക്കിൽ ട്രാക്ക് ഇട്ട് പാടാണ് പറ്റിച്ച് ഉമ്പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ടീമുകളുണ്ടാവും. ഓക്കെ, എന്താണെങ്കിലും വേടനാണെങ്കിലും ആരാണെങ്കിലും ഇത് ഓർഗനൈസ് ചെയ്യുന്ന പരിപാടിക്കാരാണെന്നുണ്ടെങ്കിലും ഒക്കെ പറയാനുള്ളത്, കാശ് മേടിച്ച് നടത്തുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഏത് ആർട്ടിസ്റ്റിനെ വെച്ചാണോ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് അയാൾക്ക് കൂടുതൽ സമയം പെർഫോം ചെയ്യാൻ നാട്ടുകാരുടെ മുന്നിൽ കൊടുക്കുക, അല്ലെങ്കിൽ അയാൾ ഒന്ന് പെർഫോം ചെയ്യുക. ഓക്കെ, പിന്നെ നാട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ആരെ കാണാൻ വന്നോ അത് കാണാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ആർട്ടിസ്റ്റ് അവിടെ പെർഫോം ചെയ്യുമ്പോൾ അയാളെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത്. നിങ്ങൾക്കവിടെ പറ്റിപ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഓർഗനൈസറിൻ്റെ നെഞ്ചത്ത് പോയി കയറണം. അല്ലാതെ ഒരാളെങ്ങനെ സ്റ്റേജിൽ നിർത്തിക്കൊണ്ട് മാപ്പൂപ്പി എന്നൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം റിയാക്ട് ചെയ്യാനുള്ള, ഇപ്പോൾ കൂപ്പർ റിയാക്ട് ചെയ്ത പോലെ പോയി പണിയൊക്കെ കളാമെന്ന് പറയും. മനസ്സിലായോ? അത് നാട്ടുകാരും ശ്രദ്ധിക്കുക.